ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് റബീഹൽ. എന്റെ പേര് അനുശ്രീ. അപ്പൊ നമ്മുടെ CSEB-യുടെ പുതിയ സിലബസ് ഒക്കെ വന്ന് വളരെ മാറ്റത്തോട് കൂടിയിട്ട് August 3 ഒരു പരീക്ഷ കഴിഞ്ഞിരുന്നു. അപ്പൊ പുതിയ സിലബസ് ഒക്കെ പഴയതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ്. മുന്നേക്ക് നമ്മുടെ GK-യുടെ പോർഷനിൽ നിന്ന് സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ സിലബസ് നോക്കിയാൽ മനസ്സിലാവും 15 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പം ഈ August 3 നടന്ന പരീക്ഷയിൽ ഈ ഒരു 15 ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, അല്ലേ മിസ്സേ? അതെ, അതായത് നമുക്കിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് GK എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ആണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൃത്യമായ ഒരു സിലബസ് തന്നതിന് ശേഷം നടന്നിട്ടുള്ള എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം UN ആണ് ഇവിടെ നമ്മുടെ ടോപ്പിക് കൊടുത്തേക്കുന്നത്. UN-ന്റെ ഭാഗത്ത് നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി, നമ്മുടെ UN-ലെ വീറ്റോ പവർ ഉള്ള 5 മെമ്പേഴ്സ് ആരൊക്കെ, P5 മെമ്പേഴ്സ് ആരൊക്കെ എന്നുള്ള ചോദ്യമായിരിക്കും. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു വിട്ട ഒരു ഭാഗമാണ്. അവരെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. അതുമല്ല, ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എത്രയേ ഉള്ളൂ, ഈ ഒരു സിലബസ് വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഷുവർ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു 10 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പൊ നമ്മളിപ്പോ UN-ന്റെ കണ്ടു, അങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് സ്കോറിങ് അതായത് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാം. ഹിസ്റ്ററി മിസ്സിന്റെ സബ്ജക്റ്റ് ആണ്. അപ്പൊ മിസ് പറഞ്ഞു ഈ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആണല്ലോ. കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ ഒന്ന് സമ്മപ്പ് ചെയ്തൊന്ന് സ്കോറിലോട്ട് എത്താൻ പറ്റും. ഇപ്പൊ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ സിലബസിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഫ്രീഡം സ്ട്രഗിൾ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ റിലേറ്റ് ചെയ്തുകൊണ്ട്, സോഷ്യൽ റിഫോം മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലേ നമുക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഈ പറയുന്ന ഈ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഉണ്ട്, അവിടെ നമുക്ക് ഏകദേശം ഒരു 13ഓളം രാജാക്കന്മാരുണ്ട്. അതെ, ആണോ? അതെ, 13ഓളം രാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതില് ഏത് രാജാക്കന്മാർക്കാണ് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എല്ലാ രാജാക്കന്മാരെയും എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ടോ, അതോ ഇപ്പൊ മാർത്താണ്ഡവർമ്മ പോലുള്ള രാജാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന ട്രാവൻകൂർ ഹിസ്റ്ററി പോലുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കുമ്പോൾ അത്തരത്തില് ഈ പറയുന്ന രാജാക്കന്മാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന ആളുകൾ, അവരുടെ എന്തെങ്കിലും റിഫോമുകൾ അവിടെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ നമുക്ക് പറഞ്ഞു. ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, വുമൻ റൂളേഴ്സിന് പൊതുവെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇവിടെയും നമുക്ക് കുറച്ച് വുമൻ റൂളേഴ്സ് ഉണ്ട്. ഇപ്പൊ ലക്ഷ്മി പാർവതിബായി പോലുള്ള റൂളേഴ്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അതുപോലെ മാർത്താണ്ഡവർമ്മ ആദ്യത്തെ രാജാവായതുകൊണ്ട് മാർത്താണ്ഡവർമ്മയിലും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ അതിന് ഫോക്കസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതുപോലെ ഈ ഫ്രീഡം സ്ട്രഗിളിലോട്ടേക്ക് വരുമ്പോഴോ, ഫ്രീഡം സ്ട്രഗിളിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലെയുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ NCM അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ നിന്നുള്ള പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ചോദിച്ച് കാണാൻ പറ്റുന്നത്. അതെ, ഗാന്ധി നിറയിൽ വരുന്ന പ്രധാനപ്പെട്ട, ഇപ്പൊ ഗാന്ധിയൻ മൂവ്മെന്റുകളാവാം, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളിൽ നിന്നാവാം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിസ് നമ്മൾ കാണിക്കാം, അല്ലെ? ഒന്ന് കാണിച്ചാൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയപ്പോ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് 1875 ആര്യ സമാജം ഫൗണ്ട് ചെയ്തിട്ടുള്ള റിഫോമർ ആരാണ് എന്നാണ് ചോദിക്കുക. ശരിക്കും ബേസിക് നമുക്ക് ഏത് എക്സാമിനും പഠിക്കുന്ന ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം നോക്കാം. ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട സംഘടന ഏത്, ആ രീതിയിലേക്കും കൂടി നമുക്ക് പ്രിപ്പറേഷനെ കൊണ്ടുവരാൻ. അത് തന്നെ നിങ്ങൾ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മതി. ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട പോലെ തന്നെ ഇപ്പൊ ബാക്കിയുള്ളതാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കേരള റിഫോമേഴ്സ് ആണെങ്കിലും അതല്ല ഇന്ത്യൻ റിഫോമേഴ്സ് സമാജാണ്. ദയാനന്ദ സരസ്വതി, തൊട്ട് താഴെ നമ്മുടെ രാജാറാം മോഹൻ റായിനെ പറയുന്നത്. നെക്സ്റ്റ് എക്സാമിന് ചിലപ്പോൾ ബ്രഹ്മസമാജം ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടല്ലോ. അതെ, അത് മിസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത് എന്തിനെയാണ്, അല്ലെ? ഏത് പാർട്ടിനെയാണ് വിളിച്ചിരിക്കുന്നത്, ഏത് ആർട്ടിക്കിളിനെയാണ് വിളിച്ചിരിക്കുന്നതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്നത് ആർട്ടിക്കിൾ 32ന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയതുകൊണ്ട് ഇവർക്ക് ചിലപ്പോ ഈ GK നമ്മൾ ബേസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് അത്ര ബേസ് ആയിരിക്കില്ല. അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇത്
ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ചോദിച്ചിട്ടുള്ളത് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മതി. അതായത് ഡെയിലി കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിച്ചാൽ പോലും എക്സാം വരുന്നത് എപ്പോഴാണ് മിസ്? നവംബർ മാസത്തിലാണ്. ഒക്ടോബർ 12-നും പിന്നെ നവംബർ മാസത്തിലാണ് എക്സാം വരുന്നത്. അപ്പം ഇനിയാണെങ്കിൽ പോലും കുറച്ചെടുത്ത് പഠിച്ചാലും നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 മാർക്ക് നമ്മൾ ഫുള്ള് ഇപ്പൊ കിട്ടുന്നില്ല എങ്കിൽ ഒരു 8 മാർക്കെങ്കിലും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുത്ത് GK വേണ്ടി കുറച്ചൊരു സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. അതെ, ഇപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ഏരിയാസിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും? ഇപ്പം ഇവർക്കറിയാം ബേസിക്സ് ആണ് നമ്മൾ വരുന്നത്. അപ്പൊ ഈ ബേസിക്സിൽ തന്നെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇപ്പം ആർട്ടിക്കിൾസിൽ തന്നെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് പഠിക്കേണ്ടത്? ഏതായാലും ഇപ്പൊ നമ്മുടെ ആർട്ടിക്കിൾസ് തന്നെ പറയുമ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന DPSPയുടെ തന്നെ നമ്മള് ബേസിക് ആയിട്ട് വരുന്ന DPSPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എവിടുന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഈ ആശയവും കാര്യങ്ങള് അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ DPSP നമ്മൾ എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തത്? റിപ്പീറ്റഡ് സാധനമാണ്. അത് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ അത് എക്സ്പെക്ട് ചെയ്യാവുന്നതേ. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആണെങ്കിൽ നമ്മൾ എവിടുന്ന് അഡോപ്റ്റ് ചെയ്തു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂളുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഷെഡ്യൂളുകള് പിന്നെ അതുപോലെ പാർട്ടുകളുണ്ട്. 25 പാർട്ടുകളാണ് നമുക്കുള്ളത്. അപ്പൊ ആ പാർട്ടുകൾ ഏതൊക്കെ? അതിൽ തന്നെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പാർട്ടുകൾ മാത്രം പഠിച്ചു വെക്കാം. അതെ, പിന്നെ അതിൽ തന്നെ അമെന്റ്മെന്റുകൾ നമ്മൾ വരുന്ന സമയത്ത് അമെന്റ്മെന്റുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അമെന്റ്മെന്റും നോക്കി പോകണ്ട. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ ഇപ്പൊ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബേസിക് 42 അങ്ങനെയുള്ള പിന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് അത് പഠിക്കുക. പിന്നെ അവിടെ ഈ അമെന്റ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെ, 106 വരെയുള്ള നമ്മുടെ അമെന്റ്മെന്റ്സ് 101 തൊട്ട് 106 വരെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അത് നമുക്ക് കറണ്ട് അഫയറിലും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ 101 to 106 വരെയുള്ള ആ ഒരു അമെന്റ്മെന്റുകളൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് മെയിൻ ആയിട്ടൊന്ന് നിങ്ങളൊന്ന് പൊടിതട്ടി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആശയങ്ങളിൽ പ്രധാനപ്പെട്ട് വരുന്നത് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ട്. അത് എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ബേസ് ആണ്, നമുക്കത് വേഗം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പം ഇതിനൊക്കെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 2-3 ദിവസം പോലും മെനക്കെട്ടും ഇരുന്നാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അതായത് നിങ്ങൾ ഇൻഡെപ്തിലേക്ക് പോവാണ്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാ. അവിടെ തന്നെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന ചോദ്യപേപ്പറിലുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സിലബസിൽ തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് ആയിട്ട് മിസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് നമ്മുടെ എക്കണോമിക്സിലോട്ട് നമ്മൾ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും മിസ്? എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 5 year പ്ലാൻസ് എന്നുള്ളത്. ഈ 5 year പ്ലാൻസ് എന്ന് പറയുന്നത് CSEBയുടെ മാത്രമല്ല, നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അവിടെ വരുന്ന ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ 5 year പ്ലാൻസ് എന്ന് പറയുന്നത്. 5 year പ്ലാൻസ് 12 എണ്ണാണുള്ളത് നമുക്കറിയാം. ഈ 12 എണ്ണത്തിൽ നിന്നും നമുക്ക് ഇവിടെയൊക്കെ വളരെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുള്ളൂ. ഫസ്റ്റ് 5 year പ്ലാനുമായി ബന്ധപ്പെട്ടത്. അപ്പം 1ാമത്തതും 2ാമത്തതും 5ാമത്തതും അങ്ങനെ കുറച്ച് 5 year പ്ലാൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് മാത്രം പഠിച്ചു വെക്കുക. അപ്പം ലാസ്റ്റ് വന്ന 5 year പ്ലാൻ എന്തിനാണ് ഫോക്കസ് കൊടുത്തത്, ഈ ഓരോ 5 year പ്ലാനും ഏതൊക്കെ മോഡൽ എന്നറിയപ്പെടുന്നു. ഇപ്പൊ ഫസ്റ്റ് 5 year പ്ലാൻ ആണെങ്കിൽ ഏത് മോഡൽ എന്നാണ് മിസ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടുകളാണ് നിങ്ങൾ ഈ ഒരു 5 year പ്ലാന്റെ കാര്യത്തിൽ പഠിച്ചു വെക്കേണ്ടത്. അതായത് ഇവിടെയും നിങ്ങൾ ഇൻ ഡെപ്തിലോട്ട് പോവാതെ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പ്ലാനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 5 year പ്ലാൻസിന്റെ 4 ലക്ഷ്യങ്ങളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെയും ആ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം 5 year പ്ലാൻസിന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ചു വെക്കുക. നീതി ആയോഗ് ഒന്നും ഒരിക്കലും വിട്ട് കളയരുത്. നീതി ആയോഗിനെ നമ്മൾ പറയുമ്പോൾ മിസ് അതിനെ നമുക്ക് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പൊ ഈ പറയുന്ന അതിന്റെ CEO ആരാണ്, നിലവിലെ CEO ആയിട്ട് ആരാണ് വരുന്നത്, അങ്ങനെയുള്ള ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ അതിന്റെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ അവിടെ
പഠിച്ചു അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിപ്പോ കഴിഞ്ഞ എക്സാം എഴുതിയവരുണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് ഇത്തരം ഏരിയാസ് എന്നൊക്കെ പറയുമ്പോൾ UN-ന്റെ ചോദ്യമൊക്കെ വന്നിരുന്നല്ലോ, അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തിരുന്നോ? നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയും. അതെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് GK എന്ന് പറയുന്ന പോർഷൻ പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയാണ്? ടഫ് ഉള്ള ഏരിയ ആണോ? ഇനി GK-ൽ തന്നെ ഏത് ഏരിയയാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ട് വരുന്നത്, ഏതാണ് ഈസി ആയിട്ട്? അതെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ടഫസ്റ്റ് ഏരിയ നിങ്ങൾക്ക് ഇപ്പം ക്ലാസ്സുകളായിട്ട് വേണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ ലൈവുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ട് ക്ലാസ്സുകളോ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് അത് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷുവർ ആയിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജോഗ്രഫി ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോ എങ്ങനെയാ മിസ്സേ? ജോഗ്രഫിയിൽ ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് കണ്ടിട്ടുള്ളത് റിവേഴ്സിന്റെ ഭാഗമാണ്. റിവേഴ്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ഇപ്പം റിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓരോ റിവേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെ, അത് ഒഴുകി പോകുന്ന പ്രധാനപ്പെട്ട സിറ്റി ഏതൊക്കെ സിറ്റിയിൽ കൂടിയാണ് ഒഴുകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത്. അത് നമുക്കൊരു കഴിഞ്ഞ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടല്ലേ മിസ്സേ? അതെ, ഇതാ ഈ ചോദ്യം നോക്കിക്കേ. ഹിരാക്കുഡ് ഡാം അല്ലെ, ഹിരാക്കുഡ് ഡാം ഏത് റിവറിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി മഹാനദിയാണ്. അപ്പൊ ഇതൊക്കെ വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓരോ റിവേഴ്സ് ഇന്ത്യയിൽ ഇപ്പം ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു റിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഹിമാലയാസും, അതായത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് ഹിമാലയാസ് എന്നുള്ള ഭാഗത്തും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണല്ലേ മിസ്സേ? കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എക്സാമിന് ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് കാണാൻ പറ്റുന്നത്. അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, എന്ത് പഠിക്കും, എവിടുന്ന് പഠിക്കും എന്നുള്ള കാര്യം. പക്ഷെ മിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു എക്സാമിന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അഡീഷണൽ സ്കിൽ ആൻഡ് അക്വിസിഷൻ പ്രോഗ്രാമിന്റെ നിലവിലെ മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഡോക്ടർ ആർ ബിന്ദു ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തില് കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, നിലവിലുള്ള എന്താണ് മിനിസ്റ്റേഴ്സ് കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ. ഇതിപ്പം നമ്മൾ മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു അപ്പോയിന്റ്മെന്റ് ഇപ്പൊ നമ്മൾ സെൻട്രൽ ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ്, അതെ, ഫൈനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോർട്ടിന്റെ ജസ്റ്റിസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമുക്ക് എല്ലാ എക്സാമിനും കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ കവർ ചെയ്ത് പോവാം. അതിൽ തന്നെ മിസ്സേ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് നാഷണൽ സരസ് മേള, അതെവിടെയാ? നമ്മുടെ കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അതെ, അപ്പൊ നമുക്ക് എന്താ കേരളത്തിൽ ഹോസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാണെങ്കിലും നോക്കാം. അതല്ലാണ്ട് നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ വന്നേക്കുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസ്, അത് ഹോസ്റ്റ് ചെയ്ത കൺട്രീസ് ഏതൊക്കെ, അപ്പൊ ഓരോ സ്പോർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? സ്പോർട്സിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് അതെ സ്പോർട്സിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പർപ്പിൾ ക്യാപ്പ് നമ്മുടെ IPL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2025 നമ്മുടെ IPL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പർപ്പിൾ ക്യാപ്പ്, ഓറഞ്ച് ക്യാപ്പ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ടെന്നീസ് വരുന്നുണ്ടല്ലോ മിസ്, നമ്മുടെ ഈ പറയുന്ന ടെന്നീസ് ടൂർണമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള്, IPL-ലെ കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫുട്ബോളുകളുമായി ബന്ധപ്പെട്ട ഒളിമ്പിക്സിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും വരും. അതെ, 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നിരുന്നു. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ അടുത്തൊരു ഒളിമ്പിക്സ് നടക്കുന്നത് വരെ ആ ഒരു ഒളിമ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വാലിഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയും നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് ഒക്കെ ഏത് കൺട്രീസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അല്ലേ? അതെ, ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന റീസെന്റ് നടന്നിട്ടുള്ള നമ്മുടെ ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ള നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പോർട്സിൽ നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോ വരാൻ പോകുന്ന നമ്മുടെ ഫുട്ബോൾ മാച്ചുമായി ബന്ധപ്പെട്ട് ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ട് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാ ആ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടങ്ങ് നോക്കി. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, വളരെ കുന്നുകൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം
അത്രയും അങ്ങോട്ട് പോവാതെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അത്രയും സമയമുള്ളൂ എക്സാമിനും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൽ തന്നെ നമുക്ക് ഈ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ച് പഠിക്കുക. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസും എന്തൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം ഇതത്രയും വാലിഡ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇതിന്ന് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് ഒരു ഓപ്ഷൻ ഇതായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതും നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചത് ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. എവിടെയെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികള്, പിന്നെ അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒക്കെ ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകള് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കവർ ചെയ്ത് പോവാ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഗെയിൻ പറയാണ്, നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്നുള്ളത് പറയാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാം, എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ലൈവുകൾ കണ്ടക്ട് ചെയ്യാം, അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. പൊതുവെ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം ഓക്കെയാണ്, GK പറ്റുന്നില്ല, GK വരുന്നതുകൊണ്ടായിരിക്കും അല്ലെ. അതെ. അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും GKയുടെ മറ്റു പോർഷൻസ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഒന്ന് മെനക്കെട്ടാൽ മതി. നമ്മൾ ഡെയിലി കുറച്ച് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്ത് പോവാം. നമ്മൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ കവർ ചെയ്യുന്ന ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ 15 ടോപ്പിക്സ് കണ്ടല്ലേ മിസ് സിലബസിൽ, ആ ടോപ്പിക്സിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനിയുള്ള എക്സാംസ് വരുന്നത് ഏതൊക്കെ ഡേറ്റിലാണ് മിസ്? ഒക്ടോബർ 12, അതുപോലെ തന്നെ നവംബർ 2, നവംബർ 23 എന്നീ ഡേറ്റുകളിലാണ് ഇനി നമുക്ക് പരീക്ഷകൾ വരാനിരിക്കുന്നത്. അപ്പോ നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 1000-ഓളം അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഒരു ബാച്ചാണ്. കൃത്യമായിട്ടും പഠിച്ചു പോവാണ്, ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ താഴെ ഗൂഗിൾ ഫോം ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ആപ്പ് ഉണ്ടല്ലേ, CC ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ CC ലേണിംഗ് ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇനി വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തായാലും മറക്കാതെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.